Meet the editors. PV അൻവറിന് അഭയമായോ എന്നാണ് ചോദ്യം. സ്മൃതി 2011 വരെ കോൺഗ്രസിൽ, 11 ശേഷം സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഏറനാട് നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 14. പിന്നീട് ഇടതുപക്ഷത്തിന് തന്നെ പിന്തുണയോടുകൂടിയാണ് 2 ഘട്ടത്തിലും മത്സരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിരുന്നില്ല. ഔദ്യോഗികമായി 2016 ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം 2021 ആ സ്ഥാനം ഉറപ്പിക്കുന്നു. കടുത്ത പോരാട്ടത്തിൽ വീണ്ടും PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചു കയറുന്നു. കടുത്ത ഇടതുപക്ഷ സഹയാത്രികനായി, പിണറായി വിജയൻ്റെ അടുത്ത വിശ്വസ്തനായി തുടർന്ന PV അൻവർ 2024 LDF വിടുന്നു. 2024 തന്നെ DMKയും TMCയും സമീപിച്ചു എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെത്തി അംഗത്വമെടുത്തുവെന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന ലേബലിൽ നിന്ന് TMCയിലേക്ക് മാറിയാൽ കൂറുമാറ്റ നിരോധന നിയമം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല. നാളെ രാജിവെക്കും. അഭയമായോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു അഭയമായിരിക്കുന്നു. ആ അഭയം എന്നുള്ളത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാകുമോ എന്നറിയില്ല. നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിൽക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. DMKയുമായുള്ള ചർച്ച നേരത്തെ പറഞ്ഞതുപോലെ പരാജയപ്പെടുന്നതിൽ CPMന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവിടെ നിന്ന് കൃത്യമായ സന്ദേശം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DMKയും CPM തമ്മിൽ നല്ല ബന്ധവുമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രവേശം സാധ്യമാകാതെ പോയത്. ഇപ്പോൾ നിലവിൽ തൃണമൂലിലെ നേതാവ് ഷോളണിച്ച് സ്വീകരിക്കുന്ന ചിത്രങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ മമതാ ബാനർജിയുമായി ചർച്ച നടത്തുകയും ദീദിയുടെ ഉറപ്പുകൾ ലഭിച്ചു എന്നാണ് അൻവറിൻ്റെ വാക്കുകളായി നമ്മളിപ്പോൾ അറിയുന്നത്. നാളത്തെ വാർത്താ സമ്മേളനം ഉറപ്പായിട്ടും രാജ്യപ്രഖ്യാപനമായിരിക്കും. അപ്പോൾ അങ്ങനെ രാജ്യപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ ഇനി തെരഞ്ഞെടുപ്പ് 2026 1.5 വർഷം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കും. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനായ PV അൻവറിന് നിലമ്പൂരിലെ സാധ്യത എന്നാണല്ലോ പരിശോധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലായി PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെയാണ്. ശക്തമായ പ്രതികരണങ്ങൾ. അതൊരു ഘട്ടം വരെ പിണറായി വിജയന് വേണ്ടിയുള്ള ശബ്ദമായി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു മാസ് സപ്പോർട്ടുണ്ടായിരുന്നു, വലിയ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ ആ ഘട്ടം അവസാനിക്കുമ്പോൾ പിണറായി വിരുദ്ധതയിലാണ്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് തൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളതാണ്. പിണറായിസം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹം CPMൽ നിന്ന് അകന്ന ശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹം ഇട്ട വിഷയങ്ങൾ, അതൊക്കെ തന്നെയും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്ന ഗുരുതരമായ ഗൗരവത്തിലുള്ള വിഷയങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നീട് അങ്ങോട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എത്രത്തോളം പക്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പല കാര്യങ്ങളിലും അമിതാവേശം കാണിക്കുകയും അമിതമായി പ്രതികരിക്കുകയും ആ പ്രതികരണങ്ങളൊരു ദിവസവും എന്ന രൂപത്തിൽ വരുന്ന ഘട്ടത്തിൽ അതിനെ CPM ആദ്യഘട്ടത്തിൽ ശക്തമായി പ്രതികരിച്ചു. പിന്നെ അങ്ങ് അവഗണിക്കുന്ന രൂപത്തിലേക്കൊക്കെ വന്നു. അപ്പോൾ CPMനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവർ എങ്ങനെയാണോ ഇടതുപക്ഷത്തിനൊപ്പം നിന്നത്, അൻവറിനെ പരാജയപ്പെടുത്തേണ്ടത് അഭിമാന പ്രശ്നമായി തന്നെ അത് CPM കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പുറത്ത് UDF പ്രവേശം എന്നുള്ള ശ്രമം നടത്തുമ്പോൾ UDFിലേക്ക് അൻവർ വന്നാൽ കൊള്ളാം എന്ന് പൊതുവേ UDF ആകെ ഒരു താല്പര്യമുണ്ട്. ലീഗിനായാലും UDFിലേക്ക് വരട്ടെ, പക്ഷേ ലീഗിലേക്ക് വരണ്ട എന്ന് ലീഗ് വിചാരിക്കുന്നു. കോൺഗ്രസിലേക്ക് വന്നാൽ പ്രശ്നമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. അപ്പോൾ അതല്ലാതെ UDFിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ നോക്കുമ്പോഴോ കോൺഗ്രസ് വിരുദ്ധമായ പാർട്ടിയാണ്, അല്ലേ? CPM വിരുദ്ധമായ പാർട്ടിയാണ് പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ എന്ത് സാധ്യത, അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ PV അൻവർ എന്ന ഏറനാട്ട് നേതാവിന്, അല്ലെങ്കിൽ മലബാറിൽ നിലമ്പൂരിൽ മാത്രം നിൽക്കുന്ന ഒരു നേതാവിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. മലബാർ രാഷ്ട്രീയത്തിൽ മലപ്പുറം, കോഴിക്കോട് എന്നതിലപ്പുറത്തേക്ക് കടന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പിന്തുണ ആർജിക്കാനോ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. അപ്പോൾ അതിലപ്പുറത്തേക്ക് കടക്കാനും ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് വളരെ വലിയ ചുമതലയാണെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാനാകുന്നത്. കാരണം സൗത്ത് ഇന്ത്യ പിടിക്കുക, തമിഴ്നാട്, കർണാടക അടക്കം
കേരളത്തിലടക്കം തൃണമൂൽ കോൺഗ്രസിന് വേരുകൾ ഉണ്ടാക്കുക എന്ന വലിയ ദൗത്യത്തിലേക്കൊക്കെയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞു. ഒരു ശരിയാണ്, ഇവിടെ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ബഹളമുണ്ടാക്കിയ നിലവിൽ MLA ആയ ഒരു നേതാവിന് തൃണമൂലിന് കിട്ടി എന്നുള്ളത് തൃണമൂലിനെ സംബന്ധിച്ചപ്പോൾ അതൊരു നേട്ടമാണ്. അവരുടെ സംസ്ഥാനത്തിന് പുറത്ത് ഒരു നേതാവിനെ കിട്ടി. പക്ഷേ ആ നേതാവിന് ഇവിടെ എത്രത്തോളം വേരുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചപ്പോൾ നമ്മൾ പ്രതികരണം ഈ തൃണമൂൽ കോൺഗ്രസുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നുള്ള വിവരം വന്ന ഘട്ടത്തിൽ അതിൽ K. മുരളീധരൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. തൃണമൂൽ കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ PV അൻവർ ഉണ്ടാകുമോ? ഈ പറയുന്ന പോലെ PV അൻവറിന് ഉണ്ടായിരുന്ന ഒരു വലിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. ആ പിന്തുണ ഇപ്പോഴും നിലമ്പൂരിൽ തുടരുന്നുണ്ടോ? അദ്ദേഹം ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വളരെ കൃത്യമായ വിഷയങ്ങളാണ്. പക്ഷേ കുറേയേറെ വിഷയങ്ങൾ അദ്ദേഹം വലുപ്പത്തിൽ കാണിക്കുകയും പക്ഷേ അതിൽ കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. എല്ലാത്തിലും P. ശശിയുടെ പങ്ക് പറയുക, പിണറായി വിജയന് ഉള്ള വലിയ സാമ്പത്തിക ലാഭം പറയുക, പക്ഷേ ഇതിലൊന്നും തന്നെ തെളിവുകൾ കാണിക്കാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ നൽകിയ തെളിവുകൾ, അതിലിപ്പോൾ തെളിവുകളൊന്നുമില്ല എന്ന ക്ലീൻ ചിറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ട് മടക്കിയെന്നൊരു വാർത്തയുണ്ട്. അത് ഒരു തരത്തിൽ അൻവറിന് ഒരു നേട്ടമായി, എന്നൊരു രാഷ്ട്രീയ നേട്ടമായി എന്ന് ഒരു ഘട്ടം വരെ കരുതാം. അത് മുഴുവനായിട്ടില്ലല്ലോ. പക്ഷേ ഇനി എത്രത്തോളം ലീഗ് പിന്തുണ, UDF-ലെ കോൺഗ്രസിൻ്റെ പിന്തുണ ഇതൊക്കെ ആർജിക്കാൻ പറ്റി UDF-ലേക്ക് പോകാൻ പറ്റുമോ? അതല്ലാതെ അവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ഇനിയിപ്പോൾ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന ഒരു സീറ്റ് അദ്ദേഹത്തിന് കിട്ടും എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒഴിവിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ കേരളത്തിൽ അപ്രസക്തനായിക്കൊണ്ട് രാജ്യസഭ MP ആയാൽ മതി കുറച്ചു കാലത്തേക്ക് എന്നതാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത? അതിലൊക്കെ വ്യക്തത ഒരുപക്ഷെ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തുമായിരിക്കും. വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നു. ആ പ്രതികരണങ്ങൾക്കൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട വാർത്താ സമ്മേളനങ്ങൾ കേരളം കണ്ടിരുന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. പക്ഷേ പലതും അങ്ങ് മുങ്ങിപ്പോയി. അദ്ദേഹം ഗൗരവത്തിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണ് എനിക്ക് തോന്നുന്നു, അവിടെയാണ് അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ എത്തിച്ചത്. കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് വന്നവരെ പൈസ കൊടുത്ത് വന്നവരാണെന്ന് അവർ തന്നെ പറഞ്ഞു. പല രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ആ പ്രതികരണങ്ങൾ വന്നു എന്നുള്ളത് അദ്ദേഹം അതിൽ കാണിച്ച ഒരു എന്താ പറയുക ഒരു ജാഗ്രതക്കുറവ് എന്നതിനപ്പുറം കുറച്ച് ആളെ കൂട്ടിയാൽ മതി. ആളെ കൂട്ടിയാൽ അതങ്ങനെ ആളായി കാണുമെന്ന് അദ്ദേഹം കരുതി. കാരണം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത് ജെന്യുവനായി വന്ന ആൾക്കൂട്ടം തന്നെയായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ. അത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതാവില്ല. പിന്തുണയ്ക്കാതെയും എന്താണ് അൻവർ പറയുന്നതെന്ന് കേൾക്കാൻ അത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടാണ്. എത്ര രാത്രികളിൽ നമ്മൾ തത്സമയം കൊടുത്തിരിക്കുന്നു. ആ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ്. ആ ആൾക്കൂട്ടം മുഴുവൻ അൻവറിന് പിന്തുണയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് മാറ്റാൻ സമയമായി. കൃത്യമായി പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ അൻവറിന് ഇവിടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിലവിൽ ചെയ്തിരിക്കുന്ന. ആ പ്രസക്തി കൂട്ടാൻ ഈ പിണറായിസത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ യുദ്ധമെന്ന് പറയുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ലീഗല്ലാത്ത മുസ്ലിം പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടിയാണ് PV അൻവർ അവിടെ പ്രസക്തനായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. ഇപ്പോൾ KT ജലീലായാലും ഇപ്പോൾ അബ്ദുറഹിമാനായാലും അല്ലേ, PT റഹീമൊക്കെ അവർക്കൊക്കെ കിട്ടിയ വോട്ടുകൾ ലീഗ് വിരുദ്ധ മുസ്ലിം വോട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അൻവറിന് അവിടെ നിൽക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അതെങ്ങനെയാണ് സാധ്യമാകുക? അത് UDF പിന്തുണയില്ലാതെ സാധ്യമാകുമോ? അത് TMC ആയി തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ? ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പുറത്ത് അരയും കൈയും മുറുക്കിക്കൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് എങ്ങനെയായാലും അൻവർ പരാജയപ്പെടുക എന്നൊരു ശക്തമായ ലക്ഷ്യം, അതിലൊരു പ്രതികാര ഭാവവും ഒക്കെ ഉണ്ടാകും CPM-നെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു വലിയ പോരാട്ടമായിരിക്കും. ആ പോരാട്ടത്തിൽ അൻവർ മത്സരിക്കാൻ ഉണ്ട് എങ്കിൽ എന്നുള്ളതാണ്. ഓക്കെ, അൻവറിന് താൽക്കാലിക അഭയമായി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ PV അൻവർ അതിൻ്റെ രാഷ്ട്രീയ യാത്ര നോക്കിയാൽ 2011 വരെ കോൺഗ്രസിലും അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ട് തന്നെ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ KSU വഴി കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം എത്താൻ ശ്രമിക്കുകയും 2011 കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം സ്വതന്ത്രനായ ഏറനാട്ടിൽ ലീഗിനെതിരെ മത്സരിക്കാനിറങ്ങുന്നു. അവിടെ മുതലാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകലുകയും അദ്ദേഹം LDF ക്യാമ്പിലേക്ക് പോകുന്നുവെന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തത്. അന്ന് ഏറനാട്ട് മത്സരിക്കുന്ന സമയത്ത് PV അൻവറിന് 47,482 വോട്ട് കിട്ടി. അന്ന് ഏകദേശം 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് PK ബഷീർ ജയിച്ചു കൂടുന്നത്. പക്ഷേ അവിടെ CPM-ൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നുവെന്നും CPI-യുടെ സ്ഥാനാർത്ഥിയെ ബാബുരാജിന് കേവലം 2,700 വോട്ടോ മറ്റോണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ CPM അന്ന് അപ്രഖ്യാപിതമായൊരു പിന്തുണ 2011 PV അൻവർ ഏറനാട്ട് കൊടുത്തിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല. 2014 വയനാട്ടിൽ പോയി മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 2016 ആകുമ്പോഴേക്കും PV അൻവർ
നിലമ്പൂരിലേക്ക് മാറുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത്, അതുവരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ സീറ്റ് ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുമ്പോൾ ആ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് പി വി അൻവർ നിയമസഭയിലേക്ക് എത്തുന്നത്. ഏകദേശം 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 77,000-അധികത്തിലധികം വോട്ട് നേടിയാണ് പി വി അൻവർ നിയമസഭയിലേക്ക് എത്തുന്നത്. ശരാശരി 60,000-ഓളമായിരുന്നു നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് എന്ന് പറയുന്നത്. 2011 ശരി, അൻവർ മാസ്റ്റർ മത്സരിക്കുമ്പോൾ, അതിനു മുമ്പ് രാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ എല്ലാം ശരാശരി 60,000-നും 61,000-നും വോട്ട് മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു 10-17,000 വോട്ടുകൾ അധികമായി ചേർക്കാൻ പി വി അൻവറിന് സാധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, പി വി അൻവർ മൈനസ് CPIM മൈനസ് UDF എന്ന് പറഞ്ഞാൽ 17,000 വോട്ടാണ്. അല്ലെങ്കിൽ ഒരു 20,000 വോട്ടിൽ താഴെ മാത്രമാണ് നിലമ്പൂരിൽ പി വി അൻവറിന് സ്വന്തമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 17,000 to 20,000. പക്ഷേ അതിൽ UDF-ലെ പ്രബലമായ മുസ്ലിം ലീഗ് മറിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കളി മാറും. UDF-ൽ നിന്ന് ഏതെങ്കിലും ആളുകൾ തിരിച്ച് മാസമായിട്ട് വോട്ട് ചെയ്യാൻ വന്നാലും ഈ 20,000 എന്നുള്ള പി വി അൻവറിൻ്റെ ഒരു ഷുവർ വോട്ട് ബേസ് ഉണ്ടായിരുന്നത് അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാര്യം LDF പക്ഷത്തേക്ക് പോകുമ്പോഴാണ് ഈ 17,000 വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്വാഭാവികമായും കുറച്ചോട്ട് UDF-ലെ വിമതരുടെ കിട്ടിയിട്ടുണ്ടാവും, കുറച്ചോട്ട് പി വി അൻവറിന് സ്വന്തമായിട്ട് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കരുതുന്നില്ല ഒരു 20,000 വോട്ടിനും അപ്പുറത്തേക്ക് പി വി അൻവറിന് സ്വന്തം നിലയിൽ അവിടെ വോട്ട് ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ 60,000 വോട്ടിൽ നിന്ന് വലിയൊരു മെജോറിറ്റി ഒന്നും കൂടിപ്പോൾ ഒരു 10,000-ഓ 15,000-ഓ വോട്ടൊക്കെ മാത്രമേ മറിക്കാൻ കഴിയൂ. മാത്രവുമല്ല അവിടെ CPM-ൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുമില്ല. പി വി അൻവറിൻ്റെ പോക്കിന് ശേഷം ചേലക്കര എത്തിയതോടുകൂടി UDF-ൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടായിട്ടില്ല. നമ്മളത് കണ്ടതാണ്. മാക്സിമം ചേലക്കരയിൽ പിടിച്ച വോട്ടിൻ്റെ എണ്ണവും നമ്മൾ കണ്ടു. അൻവർ ഇഫക്റ്റ് അവിടെ ചേലക്കരയിൽ കാര്യമായി ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പി വി അൻവറിന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രൻ എന്ന നിലയിൽ പി വി അൻവറിന് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരിക ഈ ഘട്ടത്തിൽ ഏറെ ബുദ്ധിമുട്ടാണ്, മുമ്പുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി. ഇനി പി വി അൻവർ മത്സരിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച കണക്ക് നോക്കണം. കഴിഞ്ഞ തവണ മത്സരിച്ച് വി പ്രകാശിനോടാണ് 2021 കഷ്ടിച്ച് കടന്നുകൂടിയായിരുന്നു. 3,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് വി പ്രകാശിനോട് കിട്ടിയത്. അതായത് കടുത്ത മത്സരം നടക്കുന്ന കേരളമാകെ പിണറായി തരംഗം രണ്ടാമത് ആഞ്ഞു വീശുന്ന സാഹചര്യത്തിൽ പോലും നിലമ്പൂർ മണ്ഡലത്തിൽ 3,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് പി വി അൻവറിന് ലഭ്യമായത്. ഇനി നോക്കൂ, 2026-ലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വരുമ്പോൾ പി വി അൻവർ ഇടതുമുന്നണിയിലില്ല. അപ്പോൾ CPM-ൻ്റെ ഒരു 60,000 വോട്ടുകൾ അവിടെയില്ല. UDF-ൽ നിന്ന് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പ്രത്യക്ഷത്തിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നതിനും അപ്പുറത്തേക്ക് പി വി അൻവറിൻ്റെ രാഷ്ട്രീയമായി സ്വാഗതം ചെയ്യാനുമില്ല. അങ്ങനെയാണെങ്കിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലാണ് അദ്ദേഹം DMK-യുമായി ഒരു സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ച വിവാദ രാഷ്ട്രീയ നായകനുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ രമേശൻ കോൺട്രാക്ടറാണ്. അദ്ദേഹം ADMK-യുടെ പാർട്ടി രൂപീകരിച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യമായ ചലനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ പാർട്ടികൾക്ക് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരുപക്ഷെ പി വി അൻവറിന് സാധിച്ചുകൂടാ എന്നില്ല, ഞാനൊരു പ്രഡിക്ഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തത്? നോക്കൂ, തൊട്ടു മുമ്പ് നടന്ന നീക്കങ്ങൾ ഒന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. പി വി അൻവർ നേരത്തെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയൊക്കെയാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യരെ, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ, പോലീസിൻ്റെ പീഡനങ്ങളിൽ സഹികെട്ടിരിക്കുന്ന തൊഴിലാളികളെ, മണ്ണെടുപ്പ് തൊഴിലാളികളെ, പാറമുട്ടിക്കുന്ന തൊഴിലാളികളെ, ഇവരെയൊക്കെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയാണ് പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നത്. എന്നാൽ പി വി അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പി വി അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് മലയോര മേഖലയിലെ കർഷകരെ കേന്ദ്രീകരിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ വനനിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുമാണ് എത്തുന്നത്. അവിടെ അദ്ദേഹം 185 പഞ്ചായത്തുകളെക്കുറിച്ച് പറയുന്നു. ആ പഞ്ചായത്തുകളിൽ വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന കർഷകർക്ക് വേണ്ടിയാണ് താൻ ഈ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? UDF-ൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ കിട്ടി. പക്ഷേ UDF-ൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള മടക്കിവരവ് സാധ്യമല്ല. അവിടെ VD സതീശൻ ഒരു വലിയ ബ്ലോക്കായി നിൽക്കുന്നു. VD സതീശനെതിരെ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പോലും പാർട്ടിയിലെ ചില നേതാക്കൾ എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കോൺഗ്രസിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. ലീഗാണെങ്കിലോ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് നൽകുന്നത്. UDF-ലേക്ക് പി വി അൻവറിനെ DMK എന്ന പാർട്ടി ആയിട്ടില്ലെങ്കിൽ പോലും ആ പാർട്ടി എടുക്കാമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നതിനും അവിടത്തേക്ക് ഒരു ഉറപ്പും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിക്കൊപ്പം മത്സരിക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് പി വി അൻവർ
തൃണമൂൽ കോൺഗ്രസുമായി നേരത്തെ നടത്തിയിരുന്ന ചില നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അഭിഷേക് ബാനർജിയുമായിട്ട് കൂട്ടുകൂടുന്നു. തൃണമൂൽ കോൺഗ്രസിന് എന്താ കേരളത്തിൽ താല്പര്യം? ഇതിനു മുമ്പും താല്പര്യം ഉണ്ടായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 2021 തിരഞ്ഞെടുപ്പിന് മുൻപും ഇതേപോലെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് മാണി സി കാപ്പനെയും AV ഗോപിനാഥിനെയും ഒക്കെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ വെസ്റ്റ് ബംഗാളിലെ ഘടകം തന്നെ നേരിട്ടിടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. കാരണം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഇടങ്ങളിലെല്ലാം ശക്തമായ സാന്നിധ്യമായി അവിടെ നിന്നും കക്ഷികളെ അടർത്തി മാറ്റി ശക്തി പ്രാപിക്കുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ലൈൻ. ഇപ്പോൾ 1997 ആ പാർട്ടി സ്ഥാപിക്കുന്നത് മുതൽ ആ പാർട്ടിയുടെ വളർച്ച കോൺഗ്രസിൻ്റെ വോട്ട് കേന്ദ്രങ്ങളിലേക്ക് ശക്തി കേന്ദ്രങ്ങളിലേക്ക് കയറിയും അതേപോലെ തന്നെ CPM-ൻ്റെ ഇടതുപക്ഷത്തെ വെസ്റ്റ് ബംഗാളിൽ പലയിടങ്ങളിലേക്ക് കയറിയുമാണ് വളർച്ചയുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഗോവയിൽ എന്താണ് സംഭവിച്ചത്. ഗോവയിലും ഇതേപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വളരാൻ സാധിക്കുന്നത്. അതേപോലെ കേരളത്തിൽ പ്രബലമായ നേതാക്കളെ വളർത്തിയെടുത്ത് ഒരു MLA എങ്കിലും നിയമസഭയിൽ കൊണ്ടുവരിക എന്നതാണ് TMCയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് TMC കുറേ നാളായി കരുക്കൾ നീക്കിയിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഫേസ് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ലഭ്യമായിരുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ പോലും കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആശയം എന്ന് പറയുന്നത് ഈ മതി മനുഷ് ആണല്ലോ. മണ്ണ്, സ്ത്രീ, ഒപ്പം തന്നെ മനുഷ്യൻ, ഇത് മൂന്നും മുൻപിൽ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അത് കേരളത്തിലെ എല്ലാ പാർട്ടികളും ഈ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വ്യത്യസ്തമായൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ആയി വരുന്ന PV അൻവറിന് വലിയ രാഷ്ട്രീയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് PV അൻവർ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. PV അൻവർ നാളെ എന്തുകൊണ്ടായിരിക്കും തൻ്റെ നിയമസഭാംഗത്വം രാജിവെക്കുന്നത്? നിയമസഭാംഗത്വം രാജിവെക്കേണ്ടി വരും, അതല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി സ്വയം രാജിവെക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് സാധ്യമായത്? ഞാൻ PV അൻവറുമായി സംസാരിച്ചപ്പോൾ PV അൻവർ ലൈവിൽ തന്നെ പറഞ്ഞത്, ഞാനിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം എടുക്കുന്നില്ല, പകരം അതിൻ്റെ സംഘടനയുടെ കോർഡിനേറ്റർ പദവി മാത്രമാണ് ഏറ്റെടുക്കുന്നത് എന്നാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റി. തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ട്വീറ്റ് വന്നു, അഭിഷേക് ബാനർജിയുടെ തന്നെ ട്വീറ്റ് വന്നു. രണ്ടു ട്വീറ്റിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തു PV അൻവർ എന്ന് പറഞ്ഞതോടുകൂടി സ്പീക്കറിന് ഏതു നിമിഷം വേണമെങ്കിലും PV അൻവറിനെ അയോഗ്യനാക്കാം എന്ന ഘട്ടം വന്നു. അതുകൊണ്ടാണ് അടിയന്തരമായി നാളെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ച് തൻ്റെ രാജിക്കാര്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടാൽ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ടാവുമെന്നതിനപ്പുറം നിയമസഭയിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ളത് വരുന്നതിനേക്കാൾ സ്വയം രാജിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ പ്രിഫർ ചെയ്താൽ അദ്ദേഹം കണക്ക് കൂട്ടുന്നത് 2024 തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിലമ്പൂരിൽ ഒരു കൈ നോക്കും. നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് എന്നൊരു സാധ്യത മുന്നിലുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൈവിടില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. പക്ഷേ ഈ കണക്കുകൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്കാണ്. 2021 VV പ്രകാശിനോട് 3700 വോട്ടിന് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട PV അൻവറിന് 2026 തൃണമൂൽ കോൺഗ്രസിൻ്റെ തേരിലേറി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മഹുവ മൊയ്ത്ര കേരളത്തിലേക്ക് വരാൻ പോകുന്നു, യൂസഫ് പത്താൻ കേരളത്തിലേക്ക് വരാൻ പോകുന്നു, അതിനുശേഷം മമതാ ബാനർജി തന്നെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. കേരളത്തിലെ ഘടകത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ നിലമ്പൂരിലൊക്കെ കണ്ടതുപോലെ ഒരു വലിയ മാസ് റാലി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ PV അൻവർ അന്ന് നടത്തിയ ഒരു നീക്കം പോലെ വലിയൊരു ജനശ്രദ്ധ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനം നിലമ്പൂരിൽ എന്തായിരിക്കും നോക്കൂ. നിലമ്പൂരിൽ PV അൻവർ സ്വതന്ത്രനായിട്ടോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ വരാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നിലവിലത്തെ സാഹചര്യത്തിൽ അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും. മറുഭാഗത്തൊരു CPM സ്ഥാനാർത്ഥി ഉണ്ടാകും. മറുഭാഗത്തൊരു CPM സ്ഥാനാർത്ഥി ഉണ്ടായാൽ 50,000 മുതൽ 60,000 വോട്ടുകൾ വരെ CPM-ൻ്റെ വോട്ടാണെന്നേ നിലമ്പൂരിൽ. 2006 മുതൽ ആ വോട്ട് അവിടെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വോട്ടൊന്നും പിടിച്ചു മാറ്റാൻ പോകുന്നില്ല. പക്ഷേ UDF-ൽ നിന്ന് വരുന്ന വോട്ടുകളും 20,000 വോട്ടുകൾ PV അൻവർ സ്വന്തമായിട്ട് സമാഹരിക്കുകയും ചെയ്താൽ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും? നിലമ്പൂരിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയും പരാജയപ്പെടും, PV അൻവറും പരാജയപ്പെടും. അവിടെ LDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. UDF-നെയും കോൺഗ്രസിനെയും അലട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാ. 2026 തിരഞ്ഞെടുപ്പിന് മുൻപായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്നാൽ, അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ PV അൻവർ മത്സരിച്ചാൽ വിജയിക്കുകയുമില്ല, UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ സ്പോയിലറായിട്ട് PV അൻവർ മാറും, ചേലക്കരയിൽ സംഭവിച്ചതുപോലെ. അങ്ങനെ വന്നാൽ നിലമ്പൂരിൽ വീണ്ടും ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ അത് കോൺഗ്രസിന് ക്ഷീണമാണ്. അതാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ മുന്നിൽ കാണുന്നു. ഇനി UDF തന്നെ PV അൻവറിനെ എടുക്കാൻ അതിനൊരു സാധ്യതയുമില്ല. കാരണം വെസ്റ്റ് ബംഗാളിലും ദേശീയ തലത്തിലും കോൺഗ്രസുമായി TMC ഇടഞ്ഞു നിൽക്കുന്ന
സാഹചര്യത്തിൽ ഒരു കാരണവശാലും കേരളത്തിൽ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന മണ്ഡലമുള്ള കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരാൻ UDF ഒരിക്കലും ഒരുക്കമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ തുടർന്നാലും UDFിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ആര്യടൻ ഷൗക്കത്ത് മറുഭാഗത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇനി കേരളം നിലമ്പൂരിനെ മുൻനിർത്തി കാണാൻ പോകുന്നത്. ആ കാഴ്ചകൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും താൽക്കാലിക രാഷ്ട്രീയ അഭയമായിരിക്കുന്നു. PV എന്നൊരു മാസ് ക്രൗഡ് പുള്ളറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചറാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് എല്ലാ പൊളിറ്റിക്കൽ ആംഗിളുകളും തിരിക്കാൻ സാധിച്ചത്. വനനിയമവും മലയോര കർഷകരും ഒക്കെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നതിൻ്റെയും കാരണം അതാണ്. UDF കേന്ദ്രങ്ങളിൽ പോലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ ഇനി എങ്ങോട്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും അതൊരു താൽക്കാലിക രാഷ്ട്രീയ അഭയമാണ് എന്നാണ് എൻ്റെ ടേക്ക്. സുജയ, അൻവറിൻ്റെ രാഷ്ട്രീയ അഭയമായോ? PV അൻവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അടുക്കണമല്ലോ. ആ ഒരു അടുക്കൽ അത് തൃണമൂൽ കോൺഗ്രസിന്റെ പാളയത്തിലായി എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവറിനെ സ്വീകരിച്ചുകൊണ്ടുള്ള എക്സിലെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഒരു പാർട്ടി തങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ അംഗത്വം എടുത്തിരിക്കുന്നു, അയാൾ നിലമ്പൂർ MLA ആണ്, PV അൻവറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചിത്രങ്ങളടക്കം ഇപ്പോൾ പങ്കുവച്ചിട്ട് 2 ദിവസമായിരിക്കുകയാണ്. 10-ാം തീയതിയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. PV അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോഴും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പരസ്യമാക്കൽ ഒരു പക്ഷേ അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അതിൽ തൃണമൂൽ കോൺഗ്രസ് കൃത്യമായ ജാഗ്രത കാട്ടി. PV അൻവറിന് കോർഡിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഭാഗമല്ല, കോർഡിനേറ്റർ മാത്രമാണ്, ഞാനിതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞൊന്നും ഇനി നിൽക്കാൻ കഴിയില്ല. തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് PV അൻവർ. ചുമതല ഏതാണ് എന്നുള്ളത് ഇപ്പോൾ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ചുമതലയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ടാകും. നാളത്തെ വാർത്താസമ്മേളനത്തിൽ PV അൻവറിന് അത് പറഞ്ഞേ മതിയാകൂ. കാരണം വാർത്താസമ്മേളനത്തിൽ വരുമ്പോൾ അൻവർ പറയുന്നതെല്ലാം കേൾക്കുന്നതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ തിരിച്ചങ്ങോട്ട് ചോദിക്കുമല്ലോ, നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുമെന്ന പ്രഖ്യാപനം നടത്താനാണ് അൻവർ മാധ്യമങ്ങളെ കാണാൻ നാളെ 9:30 വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ. ഇവിടെ ഇപ്പോൾ PV അൻവർ എന്ന MLA-യുടെ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മെറിറ്റ്സ് അത് കൃത്യമായി മമതാ ബാനർജി ടാപ്പ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. മമതാ ബാനർജിക്ക് കിട്ടാവുന്ന മഹുവ മൊയ്ത്ര പോലെയുള്ള ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ് PV അൻവർ. കാരണം മമതാ ബാനർജിയുടെ ശൈലിയും PV അൻവറിൻ്റെ ശൈലിയും ഏറെക്കുറെ ഒരു വെല്ലുവിളിയുടെ ശൈലിയാണ്. വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുക, വെട്ടിനിരത്തി മുന്നേറുക, അതാണ് മമതാ ബാനർജി ബംഗാളിൽ ചെയ്തത്. സമാനമായ രീതിയിൽ PV അൻവറിനെ ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും 2 ദിവസമായിരിക്കുന്നു തൃണമൂലിലേക്ക് വന്നിട്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അഭിഷേക് ബാനർജിയുടെയും എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട്. PV അൻവറിന് നിലമ്പൂർ MLA-ക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ PV അൻവറിന് ഇവിടെ ഇടത് സ്വതന്ത്രനായ ഒരു MLA ആയി തുടരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ മുതലേ കഴിയില്ല. പക്ഷേ സ്പീക്കർ അത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ PV അൻവർ അതുമായി ബന്ധപ്പെട്ട് ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് സ്പീക്കർ AN ഷംസീറിനെ അറിയിച്ചിട്ടുണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും മിനിഞ്ഞാന്ന്, അതായത് 10-ാം തീയതി തന്നെ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിരിക്കുകയാണ്. സ്വതന്ത്ര MLA ആയി മത്സരിച്ച് ജയിച്ച ഒരാൾ ആ പദവിയിൽ തുടരുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് PV അൻവറിനും അറിയാം. അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് MLA സ്ഥാനം രാജിവെക്കുന്ന തീരുമാനത്തിലേക്ക് അൻവർ പോകുന്നത്. ഇവിടെ ഈ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുന്നത് അതല്ല PV അൻവറിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൊൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വന്തമായി DMK രൂപീകരിച്ചിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോയാൽ മതി. ഈ DMKയുടെ അംഗങ്ങൾ അപ്പാടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ EK സുഗുവിനോടൊക്കെ സംസാരിക്കുമ്പോൾ സുഗുവൊക്കെ പറയുന്നുണ്ട്, സുഗുവാണ് DMKയുടെ ചാർജ് വഹിക്കുന്നത്. എവിടേക്കായാലും അൻവർ എവിടേക്ക് പോകുന്നു അവിടേക്ക് ഞങ്ങൾ പോകുന്നു. അപ്പോൾ DMK എന്ന ആ ഒരു സാമൂഹിക സംഘടനയായിട്ടാണല്ലോ, രാഷ്ട്രീയ സംഘടന ആയിട്ടില്ല. അവിടെ കൂടിച്ചേരാൻ, യഥാർത്ഥ DMK-യുമായി കൂടിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടന ഒക്കെയായി മാത്രമാണ് അതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ DMK-യിൽ നിന്ന് നേരെ തൃണമൂലിലേക്ക് ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ഇനി DMK ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയോ മറ്റോ നിലനിർത്തുമായിരിക്കാം, ആരെയെങ്കിലും പേരിന് ഭാരവാഹികളാക്കി നിർത്തുമായിരിക്കാം. ഇവിടെ ഏത് പാർട്ടിയിലേക്ക് പോയാലും, ഈ DMK എന്ന സംഘടനയായി തുടർന്നാലും തൃണമൂലിലേക്ക് പോയാലും ഈ കൂടെ അൻവർ ഫാൻസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, PV അൻവർ ഫാൻസ്. അത് ഇപ്പോഴുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. PV അൻവർ ആദ്യഘട്ടം മുതൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കയ്യടിയുമായി PV അൻവറിനൊപ്പം തന്നെ നിൽക്കുന്ന ആ ഒരു ഫാൻസ്, അതാണ് ആ ഫാൻ ബേസ് ആണ് PV അൻവറിൻ്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മമതാ ബാനർജി കൃത്യമായി ലക്ഷ്യം ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു നേതാവാണ്. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും. നിങ്ങൾ ഇത്രയാണ്, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് മമതാ ബാനർജി
ബാനർജി കോൺഗ്രസിൽ നിന്ന് ഉടക്കിപ്പിരിഞ്ഞ്, കോൺഗ്രസിനോട് തല്ലിപ്പിരിഞ്ഞ് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി അതിനെ ബംഗാളിൽ കോൺഗ്രസിനേക്കാൾ മുകളിലെത്തിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവായി വളർന്നു നിൽക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേച്ചറാണ്. അപ്പോൾ ആ സ്റ്റേച്ചറിൽ നിൽക്കുന്ന മമതാ ബാനർജി ഇനിയിപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 അപ്പോൾ അതിലെ അങ്ങനെ രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ് മമതാ ബാനർജിയുടെയും. അതിന് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം ചുരുങ്ങിയ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയായിട്ട് കാര്യമില്ല. ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് മമതാ ബാനർജിക്ക് അത്യാവശ്യമാണ്. ദക്ഷിണേന്ത്യയിൽ മമതാ ബാനർജി അതിനായി ശ്രമിച്ചതാണ്. 2015 കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കാൻ മുൻ MLA ജോസ് കുറ്റ്യാനിയെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. പിന്നീട് 3 വർഷത്തോളം അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നു, കമ്മിറ്റി രൂപീകരണമൊക്കെ നടന്നു. പിന്നെ കുറ്റ്യാനിക്ക് വയ്യാതെ ആയപ്പോഴാണ് എന്ന് തോന്നുന്നു അത് മന്ദീഭവിക്കുകയാണ്. പിന്നീട് പല തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ ധനനഷ്ടം, മാനഹാനി ഇത് രണ്ട് സംഭവിച്ചപ്പോഴാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇല്ലാതാകുന്നത്. പക്ഷേ ഇപ്പോൾ മുൻ MLA അല്ല, സിറ്റിംഗ് MLA ആണ് കിട്ടുന്നത്. അത് മമതാ ബാനർജിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതെ, മുൻ MLA ആകും, രാജിവെക്കുന്നതോടെ മുൻ MLA ആകും. എന്തായാലും ചേരുമ്പോൾ MLA ആണ്. അതുകൊണ്ട് അവർ MLA എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ എക്സ്പോസിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ മമതാ ബാനർജി ആദ്യം വെക്കാൻ പോകുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്, മമതാ ബാനർജിയുടെ ഇതുവരെയുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറെ മലബാറിലെങ്കിലും കൃത്യമായിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കണം. നിലമ്പൂർ മേഖലയിലെങ്കിലും ചുരുങ്ങിയത് ഇത്ര സീറ്റുകളിലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ വിജയിക്കണം. അത് അൻവറിന് നടപ്പാക്കി കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ PV അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോർട്ട്ഫോളിയോയ്ക്ക് കേരളത്തിൽ വേരുണ്ട് എന്ന് അൻവറിന് കാണിച്ചു കൊടുക്കാൻ കഴിയൂ. അല്ലാതെ റാലി നടത്തിയിട്ട് കാര്യമില്ല, പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ നമ്മുടെ പാലായിൽ മത്സരിച്ച മാണി സി കാപ്പൻ സ്വന്തമായ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാണല്ലോ UDFന്റെ ഭാഗമായത്. മന്ത്രിയാകുമെന്ന് കരുതി, പക്ഷേ എന്ത് ചെയ്യാൻ, പിണറായി വിജയൻ സമ്മതിച്ചില്ല. 2ാം വട്ടവും പിണറായി വിജയൻ സർക്കാർ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിമോഹം ഒതുങ്ങി. അത് വെച്ച് നോക്കുമ്പോൾ മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയേക്കാളൊക്കെ വളരെ വലുതാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് മമതാ ബാനർജിയുടെ തൃണമൂലുമായിട്ടുള്ള അസോസിയേഷൻ അൻവറിന് ഈ DMK രൂപീകരിക്കുന്നതിനേക്കാൾ ബെനിഫിഷ്യൽ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ ബംഗാളിലെ മമതാ ബാനർജിയിലേക്ക് തിരിച്ചു വന്നാൽ, ബംഗാളിൽ 3 പതിറ്റാണ്ട് തുടർച്ചയായിട്ട് ഭരിച്ച ഒരു പാർട്ടിയെയാണ് ഒന്നുമല്ലാതാക്കി, സംപൂജ്യരാക്കി, അങ്ങ് കടപുഴക്കി എറിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് ബംഗാളിൽ അന്ന് മമതാ ബാനർജി കാഴ്ചവെച്ചത്. അതവർ തുടരുകയാണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് മമതാ ബാനർജിയെ വെട്ടി നിരപ്പാക്കാനായി പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും അവർ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉള്ള, തന്ത്രങ്ങൾ അറിഞ്ഞ് തിരിച്ചു കളിക്കാൻ അറിയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അങ്ങനെയുള്ള ഒരാളിലേക്ക് PV അൻവറും അദ്ദേഹത്തിന്റെ PV അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകളും എത്തുമ്പോൾ അവർക്ക് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജോസ് കുറ്റ്യാനിയെ കൊണ്ടുവന്നതുപോലെ ആവില്ല PV അൻവറിനെ മമതാ ബാനർജി ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, കേരളത്തിൽ ബംഗാളിലേതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്വാധീനം അത് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. തമിഴ്നാടോ കർണാടകയോ പോലല്ല, ബംഗാൾ പോലെ തന്നെ കേരളത്തിലും തനിക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. തനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് എന്ന് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം പൊളിറ്റിക്സ് അല്ലെങ്കിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ലീഗിനോ അല്ലെങ്കിൽ CPIM-നോട് ചേർന്ന് നിൽക്കുന്ന, CPIM-നെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ INL-നോ ഒന്നും മാത്രമല്ല, തൃണമൂലും ആ ഒരു പോക്കറ്റിലേക്ക് കടന്നു കയറാനായിട്ടാണ് PV അൻവറിലൂടെ ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അല്ല എങ്കിൽ നിലമ്പൂരിൽ നിന്നുള്ള PV അൻവർ MLA തന്നെ കൃത്യമായി അവർ ചെറി പിക്ക് ചെയ്യുന്നത് പോലെ പിക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ PV അൻവറിലൂടെ അവർ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. അത് ലീഗും മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് PV അൻവറുമായിട്ടുള്ള സാദിഖ് അലി തങ്ങളുടേതടക്കമുള്ള ആ ഒരു കോൺവെർസേഷൻസ് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം PV അൻവറിനെ വെറുപ്പിച്ചാൽ ഞങ്ങൾക്കുമില്ല, അൻവറിനുമില്ല, ഇടതുപക്ഷം ആ സീറ്റ് അങ്ങ് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിർത്തും. അൻവർ രാജിവെക്കുന്നതോടെ 99-1 98 ആകുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് CPIM പിടിക്കുമ്പോൾ വീണ്ടും 99 ആകുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി UDF-നുള്ളിൽ ലീഗ് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് PV അൻവർ തൃണമൂലിലേക്ക് പോകുമ്പോൾ തൃണമൂലിനെ ഒപ്പം കൂട്ടുന്നത് കൊണ്ട് എന്താണ് തടസ്സം? ലാർജർ പിക്ചറിൽ BJP എതിർക്കുകയാണല്ലോ തൃണമൂൽ കോൺഗ്രസും ചെയ്യുന്നത്. ബംഗാളിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ദേശീയ തലത്തിൽ മമതാ ബാനർജിയുടെ ഒരു സ്റ്റേച്ചറിനോടൊന്നും ഒരു മതിപ്പ് കുറവും ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് UDF-ൽ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരിക്കും. അല്ലാതെ VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ എടുക്കുന്നതിനേക്കാൾ മലബാർ പൊളിറ്റിക്സിനെ വെച്ചോളം അൻവറിനെ കൂടെ കൂട്ടുന്നതാണ്, തൃണമൂലിനെ കൂടെ നിർത്തുന്നതാണ് നല്ലത് എന്ന 2026 എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ UDF തീരുമാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, കേരളത്തിൽ തൊഴിൽ തേടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിൽ കൂടുതലും ബംഗാളിൽ നിന്നുള്ളവരാണ്. അതിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദീദി എന്നുള്ളത് വിട്ടിട്ട് അവർ പറയില്ല. ദീദിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണമൊക്കെ കാണും. ദീദിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. മമതാ ബാനർജിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ തൊഴിൽ തേടി വരുന്ന ആളുകളിൽ കുറേ ആളുകളൊക്കെ ഇപ്പോൾ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഇവിടെ വോട്ടുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി പി വി അൻവർ ചെയ്യുമോ എന്നുള്ളത് ഞാൻ വളരെ കൗതുകത്തോടെ ദീദിയുടെ നാട്ടിൽ ജോലിയില്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ വരുമ്പോഴും ദീദിയുടെ പാർട്ടിയാണോ എന്നവർ സംശയിക്കും. അതെ, ഇവിടെ അല്ലല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തൃണമൂൽ അല്ല അധികാരത്തിലെന്നൊക്കെ അവർക്കറിയാം. അല്ല, തൃണമൂലിനെ അധികാരത്തിൽ എത്തിയാൽ ബംഗാൾ ആവുമെന്ന് സംശയം ഉണ്ടാവുമല്ലോ. അല്ല, ബംഗാൾ 10-34 വർഷം ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കി ഇട്ടിട്ട് പോകുന്നത് ആരാണ് എന്നുള്ളത് സമ്പൂജ്യമാക്കി 2021 കാണിച്ചതാണല്ലോ. അല്ല, 2021 സമ്പൂജ്യമാക്കി കാണിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും അവിടെ നിന്നാണല്ലോ വരുന്നത്. ബംഗാളിൽ നിന്ന് തൊഴിൽ തേടി വരുന്നു. കേരളം എന്ന് പറയുന്നത്, കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്തിൽ, അതിനു മുൻപ് തന്നെ കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിച്ച മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ആദ്യമായി വരുന്നത് 2016 ശേഷവുമല്ല, അങ്ങേക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ അവരുടെ എണ്ണവും ഇവിടെ കൂടുന്നത് പി വി അൻവറിന്റെ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ ഞങ്ങളുടെ ദീദി എന്നവർ കരുതുമോ എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ. ഇനി പറയട്ടെ, അതായത് ഇവിടെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ തൃണമൂൽ നിൽക്കുന്നു, ബംഗാളിൽ ബി ജെ പിക്കെതിരെയും തൃണമൂൽ നിൽക്കുന്നു, അതുപോലെ കോൺഗ്രസ് ഇടത് സഖ്യത്തിനെതിരെയും തൃണമൂൽ നിൽക്കുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഏത് രീതിയിലും ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നല്ല മെയ്വഴക്കമുള്ള ഒരു പാർട്ടിയാണ് മമതാ ബാനർജി പ്രത്യേകിച്ചും. അപ്പോൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ UDF സ്വീകരിക്കുമോ, അതോ കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റ് വേണ്ടാന്ന് വെച്ച് ബംഗാളിലെ പോലെ തന്നെ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ എത്തേണ്ട കാര്യം. മറ്റൊരു കാര്യം, പി വി അൻവറിന് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു രാജ്യസഭാ സീറ്റാണെന്ന് കേൾക്കുന്നു. തൃണമൂലിന്റെ ഒഴിവ് വരാൻ പോകുന്ന ഒരു രാജ്യസഭാ സീറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ UDFന്റെ ഒരു MLA വരട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്ലാൻ ക്ലിയറായി. അപ്പോൾ ലീഗിനും തൃണമൂലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന്, അൻവറിന്റെ തൃണമൂലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്, കേരളത്തിൽ അൻവറാണല്ലോ നേതാവ്, അൻവറിന്റെ തൃണമൂലിനെ UDFലേക്ക് കൊണ്ടുവരുന്നതിന് ലീഗിനോ കോൺഗ്രസിനോ ഒന്നും എതിർപ്പുണ്ടാകില്ല. ഒരു സീറ്റ് കിട്ടുകയല്ലേ, മറ്റിടത്ത് 98 ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. എന്തായാലും പി വി അൻവർ അഴിമതിക്കെതിരെ ഏകാംഗ പോരാട്ടം നടത്തുന്ന ഒരു തന്റേടിയായ രാഷ്ട്രീയക്കാരൻ എന്നൊരു പ്രതിച്ഛായ ഇതിനകം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ പാളുന്നുണ്ടെങ്കിലും പൊതുവെ അൻവറിനോട് ആളുകൾക്കൊരു ഇഷ്ടമുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നിലമ്പൂരിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയി എന്നുള്ളത് കൂടി, കോൺഗ്രസിൽ നിന്ന് മാറി എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയി, ആര്യാടൻ ഷൗക്കത്ത് ആ സീറ്റ് അങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് MLA ആയി മന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ എത്ര കാലം കാത്തിരുന്നാലും എനിക്ക് അവിടെ ഒന്നും ആകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് അൻവർ അന്ന് ഇടതുപക്ഷത്തേക്ക് പോയത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നിലമ്പൂരുകാർക്ക് നന്നായിട്ടറിയാം. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ മറികടന്നുകൊണ്ട് ആ സീറ്റ് കൊടുത്തുകൊണ്ടൊന്നും എന്തായാലും UDFന് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു UDFലേക്ക് വരുന്ന കാര്യത്തിൽ. ഇല്ല, കൊണ്ടുവരാനൊന്നും പറ്റില്ല. അൻവറിന്റെ വേർഷൻ മാത്രമാണ്. അപ്പോൾ എന്തായാലും ലീഗിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഈ നിലമ്പൂർ വേണ്ടാന്ന് അൻവർ വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറിന് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ പറ്റും. രാജ്യസഭാ സീറ്റും വാങ്ങാം. കേരളത്തിലെയും ഒപ്പം തന്നെ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകളും കിട്ടും. അപ്പോൾ മമതാ ബാനർജിക്കും സന്തോഷമാകും, അൻവറിനും സന്തോഷമാകും. അൻവറിന് ഏതായാലും അഭയമായി, അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വരാം. അതിനു മുൻപ് അൻവറിന് അഭയമായോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.